Hi dears, welcome back to new video. ഇന്ന് ഞാൻ ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന 4 ഇയറിംഗ്സ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിംഗ്. ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബട്ടണാണ് എടുത്തിരിക്കുന്നത്, ഫ്ലവർ ബട്ടൺ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ സ്റ്റഡ് ബേസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് മൾട്ടിപർപ്പസ് ഗ്ലൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റഡ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റഡ് ബേസ് ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ 2 2 ഹോൾ കുന്തൻ സ്റ്റോൺസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഓരോ ജംപറിങ് ഇട്ടിട്ട് ഇതുപോലെ റെഡിയാക്കി വയ്ക്കാം. 2 ഹോൾ കുന്തൻ സ്റ്റോൺസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ എടുക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു 2 ഹോൾ കുന്തൻ സ്റ്റോൺ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ജംപറിങ് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്തതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ ഹോളിൽ കൂടി അതിൻ്റെ ജംപറിങ് കണക്ട് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യാം. കണ്ടോ, ഈ രീതിയിൽ നമുക്കിത് കണക്ട് ചെയ്ത് വെക്കാം. ഇനി ഞാനിവിടെ ഒരു ജംപറിങ്ങിലേക്ക് 3 ലോറിയൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ജംപറിങ് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിരുന്ന 2 ഹോളില്ലേ, അതിൽ ഒരു 2 ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ജംപറിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഹോളിലേക്ക് വേണം നമ്മൾ ഇതിട്ടിട്ട് ക്ലോസ് ചെയ്യാനായിട്ട്. കണ്ടോ, ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഫസ്റ്റത്തെ ജംപറിങ് എംറ്റി ആയിരിക്കും, ബാക്കി ഏറ്റവും താഴെ വരുന്നതിൽ വേണം ലോറിയൽസ് വരാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ആദ്യം എടുക്കുന്ന ജംപറിങ്ങിൻ്റെ റൗണ്ട് ഒന്ന് ചെറുതാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒന്നില്ലെങ്കിൽ പ്ലയർ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ റൗണ്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പ്ലയർ വെച്ചിട്ട് അതിൻ്റെ റൗണ്ട് ചെറുതാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് ഭാഗം കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ ചെറുതാക്കി കൊടുക്കുന്നത്. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ചെറിയൊരു റൗണ്ടാക്കി എടുക്കണം. താഴെ കിടക്കുന്ന 2 ജംപറിങ്ങും കുഴപ്പമില്ല, ഇത്ര വലുതായാലും കുഴപ്പമില്ല. ഏറ്റവും ആദ്യം കിടക്കുന്നത് കുറച്ചൊന്ന് ചെറുതായിരിക്കണം കേട്ടോ. ഇവിടെ ഞാൻ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനുള്ള ഇയറിങ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരുന്ന ആ സ്റ്റഡില്ലേ, അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബ്ലാക്ക് സ്റ്റോണും കൂടെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഡ്രസ്സിനൊക്കെ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെയിം സ്റ്റോൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബ്ലാക്ക് സ്റ്റോൺ ഇവിടെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 സ്റ്റഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ബട്ടൺസ് പല കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഈസി ആയിട്ട് സ്റ്റഡായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ബാക്കിൽ ജസ്റ്റ് സ്റ്റഡ് ബേസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ജംപറിങ്ങിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ലോറിയൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നേരത്തെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ. ബ്ലാക്ക് കളർ ബീഡ് ഈ ഒരു ഷേപ്പിലുള്ള ബീഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 സൈഡിൽ ഇട്ടിരിക്കുന്നത് റെഡ് കളർ സീഡ് ബീഡാണ്. അത് ഫ്യൂസ്റ്റാറിലാണ് ഇതുപോലെ കോർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റ് പെയർ ഓഫ് ഇയറിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരുന്ന 2 ഹോളിൻ്റെ ചെയിനിലേക്ക് ഈ ഫസ്റ്റ് ഹോളിലേക്ക് നമ്മൾ ഈ സ്റ്റഡ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ബാക്കിലൊരു സ്റ്റോപ്പർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പെയർ ഓഫ് ഇയറിങ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ലോറിയൽസിന് പകരം നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇതുപോലെ യൂസ് ചെയ്തിരിക്കുന്ന ലോറിയൽസിന് പകരം ചെറിയ ലോറിയൽസ് ഘുങ്കുരു നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇയറിങ്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് ഇവിടെ ഞാൻ 2 ചെയിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള ചെയിൻ്റെ പീസാണ്. ആദ്യത്തെ ചെയിൻ്റെ പീസ് വലുതും അതിനേക്കാളും 1-2 കണ്ണി കുറഞ്ഞതായിരിക്കണം രണ്ടാമത്തെ ചെയിൻ്റെ പീസ് എടുക്കാനായിട്ട്. അതിനുശേഷം ഇവിടെ ഫ്യൂസ്റ്റാർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഫ്യൂസ്റ്റാർ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്ലാക്ക് കളർ ബീഡ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഒരു ചെയിൻ്റെ പീസ് എടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു അറ്റത്തെ ഹോളിൽ കൂടി പാസ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്യൂസ്റ്റാറിൻ്റെ കമ്പി റൈറ്റ് ഹാൻഡിലേക്ക് പിടിക്കുക. എന്നിട്ട് ചെയിന് നമ്മൾ ടൈറ്റായിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ബീഡിൻ്റെ ചുറ്റുമായിട്ട് ഈ കമ്പി ഇതുപോലെ 2-3 തവണ നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം. അതിനുശേഷം എക്സ്ട്രാ നിൽക്കുന്ന കമ്പി ഇതുപോലെ പ്ലെയർ വെച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മളിപ്പോൾ ഈ ചെയ്ത ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ചെയിനും ബീഡും കൂടെ കണക്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് വീണ്ടും ഇതുപോലെ ഫ്യൂസ്റ്റാറിലേക്ക് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഇനി അത് ചെയിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ കമ്പി ഇതുപോലെ ബീഡിന് ചുറ്റുമായിട്ട് ചുറ്റിയിട്ട് എക്സ്ട്രാ നിൽക്കുന്ന കമ്പി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പ്ലെയർ വെച്ച് പ്രസ് ചെയ്യാം.
അപ്പോൾ ഇതുപോലെ നമ്മുടെ 2 ചെയിനും ബീഡ്സുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ജംപ് റിംഗ് എടുത്തിട്ട് ആ ജംപ് റിംഗിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഒരു ജംപ് റിംഗ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിങ്സിൽ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഹോളൊന്ന് ചെറുതാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഇയർ ഹുക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇയറിങ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇതുപോലെ 2 സ്റ്റഡാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള 2 ചെറിയ സ്റ്റഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റഡ് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഇയറിങ്സിൽ നമ്മൾ ഇട്ട പോലെ തന്നെ ജംപ് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി ഈ സ്റ്റഡ് പാസ് ചെയ്തതിന് ശേഷം ബാക്കിൽ സ്റ്റോപ്പർ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇയറിങ്സും ഇവിടെ കംപ്ലീറ്റ് ആയി. നല്ല ഭംഗിയുള്ള ഡ്രോപ്സ് ഇയറിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി തേർഡ് ഇയറിങ്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് ഇവിടെ ഞാൻ ഇതുപോലെയുള്ള ബീഡ് ക്യാപ്സ് എടുത്തിട്ടുണ്ട്. ഫ്ലവർ ഷേപ്പിലുള്ള ബീഡ് ക്യാപ്സും പിന്നെ വൈറ്റ് ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ ടൈപ്പ് ബീഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ഫ്യൂസ്റ്റാർ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്യൂസ്റ്റാറിലേക്ക് ബീഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു പ്ലെയർ വെച്ചിട്ട് ഈ ബീഡ് ക്യാപ്പിനെ തൊട്ട് മേലെയായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഈ ഫ്യൂസ്റ്റാറിൻ്റെ വയർ നമ്മൾ ഈ ബീഡ് ക്യാപ്പിൻ്റെയും ഈ പ്ലെയറിൻ്റെയും ഗ്യാപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു 2-3 തവണ ചുറ്റി കൊടുക്കാം. ഇനി എക്സസ് ആയിട്ട് എന്തെങ്കിലും കമ്പി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ 2 ബീഡ് നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇനി ഞാൻ ഇതുപോലെയുള്ള റിങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള റിങ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. താഴെ ചെറിയൊരു ലൂപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പ്ലെയർ വെച്ച് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഡ് ഇതിലേക്ക് ഇട്ടിട്ട് പ്ലെയർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത ബീഡും എടുത്തിട്ട് ഇതുപോലെ റിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റിംഗ് ബേസ് ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ ലൂപ്പ് പതുക്കെ ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്ലെയർ വെച്ചിട്ട് പതുക്കെ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ റെഡിയാക്കി എടുത്തിരിക്കുന്ന ബീഡ് ഇതിലേക്ക് ഇട്ടിട്ട് പ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തേർഡ് ഇയറിങ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള 2 റിങ്സ് ആണ് നമ്മൾ റെഡിയാക്കി എടുത്തത്. ഇനി നമ്മുടെ ഫോർത്ത് ഇയറിങ്ങും നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സെയിം ഇതേ സൈസിലുള്ള ബീഡും പിന്നെ ബീഡ് ക്യാപ്പ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം പ്രൊസീജിയർ തന്നെ. അപ്പോൾ നമ്മൾ ഇതുപോലെ ബീഡ് റെഡിയാക്കി എടുത്തതിന് ശേഷം ബീഡിൻ്റെ തൊട്ട് മേലെ വരുന്ന ലൂപ്പിലേക്ക് ഇയർ ഹുക്ക് കണക്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന ബീഡിൻ്റെ കളർ മാത്രമേ ചേഞ്ച് ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫോർത്ത് ഇയറിങ്ങും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള 4 ഇയറിങ്സ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. ജ്വല്ലറി മേക്കിംഗ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.